ഇക്കുറി BJP കളത്തിലിറങ്ങുന്നതിന് മുമ്പ് വിജയസാധ്യത ഏറെയുള്ള ഒരു 6 ലോക്സഭാ മണ്ഡലങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിൽ ഒന്ന് തിരുവനന്തപുരവും, മറ്റൊന്ന് ആറ്റിങ്ങലും, മറ്റൊന്ന് പത്തനംതിട്ടയും, പിന്നീട് മാവേലിക്കരയും, കാസർഗോഡും പാലക്കാടുമായിരുന്നു. ഇതിൽ തിരുവനന്തപുരത്ത് നിരവധി പേരുടെ പേരുകൾ വന്നിറങ്ങിപ്പോയി. അതിൽ ഏറ്റവും ഒടുവിൽ ഇന്നലെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന സസ്പെൻസ് പൊളിഞ്ഞു. നരേന്ദ്രമോദി മുതൽ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെയും ശോഭനയുടെയും വരെ പേരുകൾ വന്ന് ഇറങ്ങിപ്പോയിരുന്ന ഇടമായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. അവിടേക്ക് രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ കേന്ദ്രമന്ത്രിയുടെ പേര് വരുന്നു, MP-യുടെ പേര് വരുന്നു. അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന തിരുവനന്തപുരത്ത് ഉറപ്പിക്കുന്നു. ആറ്റിങ്ങലിൽ ആദ്യം മുതൽ തന്നെ V മുരളീധരനായിരുന്നു. ശോഭാ സുരേന്ദ്രൻ 2 ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടി മൃഗീയ ഭൂരിപക്ഷം BJPക്ക് നേടിക്കൊടുത്ത ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി മത്സരിക്കുവാൻ പോകുന്നത് വീണ്ടും ഒരു കേന്ദ്രമന്ത്രി V മുരളീധരൻ. മാവേലിക്കരയിലെ BJP സ്ഥാനാർത്ഥിയെ പറ്റി ഇതുവരെ തീരുമാനമായില്ല. മാവേലിക്കരയിലും വിജയസാധ്യത ഏറെയാണ് BJPക്ക്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി 2ാം തവണയും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുകയാണ്. ഇത്തവണയെങ്കിലും ഈ തൃശ്ശൂര് ഞാനിങ്ങെടുക്കും എന്ന അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള മുദ്രാവാക്യത്തിന് ആയുസുണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടതായുണ്ട്. പക്ഷേ കളിക്കളത്തിൽ ശക്തമായി തന്നെ സുരേഷ് ഗോപിയുണ്ട്. ശക്തമായ ത്രികോണ മത്സരം തന്നെ ശക്തന്റെ മണ്ണിൽ BJPക്കും കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും നടത്തുവാൻ സാധിക്കും. പിന്നീട് BJP പ്രതീക്ഷ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലമാണ്. പത്തനംതിട്ടയിൽ ആദ്യം മുതൽ നിരവധി പേരുടെ പേരുകൾ വരുന്നു. അതിൽ ജനപക്ഷം എന്ന തന്റെ പാർട്ടി ഉപേക്ഷിച്ച് BJPയിലേക്ക് ചേക്കേറിയ PC ജോർജിൻ്റെതായിരുന്നു. PC ജോർജ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച, പ്രബലമായ പാർട്ടികളെല്ലാം തോൽപ്പിച്ച് വിജയിച്ച പൂഞ്ഞാറടങ്ങുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമെന്ന വാർത്തകൾ പരന്നിരുന്നു. അദ്ദേഹവും അതിനോട് സമ്മതം മൂളുന്ന തരത്തിലേക്കുള്ള പല വാർത്തകളും അഭിമുഖങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും കുമ്മനം രാജശേഖരന്റെയും ശ്രീധരൻപിള്ളയുടെയും ഒക്കെ പേരുകളായിരുന്നു അങ്ങനെ പത്തനംതിട്ടയിൽ തെളിഞ്ഞു നിന്നത്. ഏറ്റവും ഒടുവിൽ ഒരു പേര് മുൻപിലേക്ക് വരുന്നു. അത് സാക്ഷാൽ AK ആന്റണിയുടെ മകൻ, കോൺഗ്രസിന്റെ കരുത്താർന്ന മുഖം, കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രിയായിരുന്ന, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ പേരാണ്. കുമ്മനം രാജശേഖരനെയും ശ്രീധരൻപിള്ളയെയും PC ജോർജിനെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വിജയസാധ്യത ഏറെയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന തരത്തിൽ അനിൽ ആന്റണിയെ BJP കളത്തിലിറക്കുന്നു. ക്രൈസ്തവ മതവിശ്വാസികളുടെ വോട്ട് തങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ കരുത്തുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി എന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക്, ഒരു യുവാവാണ് എന്നതിനേക്കാളും അപ്പുറത്തേക്ക് സാക്ഷാൽ AK ആന്റണിയുടെ മകൻ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വരുന്നു എന്നതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിൽ നിന്നെല്ലാവരും BJPയിലേക്ക് ഒഴുകിപ്പോകുന്നു എന്ന വാർത്ത പരക്കുന്നതോടുകൂടി കോൺഗ്രസ് ദുർബലപ്പെടുമെന്ന തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായാണ് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. 2009 പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രൂപീകരിക്കുന്ന സമയം മുതൽ 3 തവണയും അടുപ്പിച്ച് MP ആയ ആന്റോ ആന്റണിയെ എതിർക്കുവാൻ, സാമ്പത്തിക വിദഗ്ധനായ തോമസ് ഐസക്കിനെ മലർത്തിയടിക്കുവാൻ, 1ാം സ്ഥാനത്തേക്ക് BJPക്ക് കയറി വരുവാൻ ശക്തനായ സ്ഥാനാർത്ഥിയായി കണ്ടെത്തിയിട്ടുള്ളത് അനിൽ ആന്റണിയെയാണ്. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJP സ്ഥാനാർത്ഥി എന്നുള്ളതാണ് പത്തനംതിട്ടയിൽ ഇക്കുറി BJP മുൻപോട്ട് വെക്കുവാൻ പോകുന്ന ടാഗ് ലൈൻ. അനിൽ ആന്റണി ഇപ്പോഴും നിലനിൽക്കുന്നത് AK ആന്റണിയുടെ പ്രഭയിൽ തന്നെയാണ്. ആ പ്രഭ മങ്ങാതെ മായാതെ ഇപ്പോഴുമുണ്ട്. അത് തന്ത്രപരമായി വോട്ടാക്കി മാറ്റുവാനുള്ള നീക്കമാണ് BJP മുൻപോട്ട് വെക്കുന്നത്. ക്രൈസ്തവ മതവിശ്വാസികളുടെ വോട്ടുകൾ അനിൽ ആന്റണിക്ക് ലഭിക്കുമെന്ന വിശ്വാസം കോൺഗ്രസിന്റെ യുവ നേതാവായിരുന്ന സമയങ്ങളിൽ, മീഡിയ സെല്ലിന്റെ നേതാവായിരുന്ന സമയങ്ങളിൽ തന്റെ സൗഹൃദ ബന്ധങ്ങൾ പത്തനംതിട്ടയിൽ നിരവധിയാണ്. ആ ബന്ധങ്ങളൊക്കെ കോൺഗ്രസിൽ നിന്ന് തന്നിലേക്ക് വോട്ടുകൾ അടുപ്പിക്കും എന്ന ആത്മവിശ്വാസം, ഇടതുപക്ഷ ജനവികാരം, സർക്കാരിനെതിരെയുള്ള ജനവികാരം വോട്ടുകളായി മാറി LDFിൽ നിന്നും വോട്ടുകൾ തന്നിലേക്ക് അടുക്കും എന്ന ആത്മവിശ്വാസം, ഇതൊക്കെ തന്നെയാണ് അനിൽ ആന്റണിയെ പത്തനംതിട്ടയിലേക്ക് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായി മുൻപിൽ നിൽക്കുന്നത്. പക്ഷേ PC ജോർജ് ഇപ്പോൾ ശക്തമായ എതിർപ്പുമായി പാളയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് തന്നെ പരിചയപ്പെടുത്താൻ വലിയ പാടില്ല, പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് തന്നെ അറിയാം. ആദ്യം മുതൽ തന്നെ PC ജോർജ് അത് പറയുന്നുമുണ്ട്. അതായത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ അവസരം തന്നെങ്കിൽ മാത്രമേ താൻ മത്സരിക്കുന്നുള്ളൂ, മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിലേക്കും തനിക്ക് സീറ്റ് വേണ്ട എന്ന ആവശ്യം ഉയർത്തുമ്പോഴും PC ജോർജ് ഇപ്പോൾ പറയുന്ന കാര്യത്തിലും പ്രസക്തി വളരെ കൂടുതലാണ്. അദ്ദേഹം പറയുന്നു തന്നെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, താൻ സ്വതന്ത്രമായി മത്സരിച്ച പൂഞ്ഞാറടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലുള്ളത്, അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇവിടുത്തെ ജനങ്ങളെ. പക്ഷേ അനിൽ ആന്റണിയെ പരിചയപ്പെടുത്തുവാൻ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം മുഴുവൻ ഒരു തവണ കൂടി കാര്യമായി ഓടേണ്ടി വരും BJPക്ക് എന്ന
ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നു PC ജോർജ്. ജനപക്ഷം വിട്ട് BJP-യിലേക്ക് സ്ഥാനാർത്ഥിയാകുവാൻ വന്ന PC ജോർജിന് BJP സ്ഥാനാർത്ഥി പട്ടം നൽകിയില്ല. അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കി. കാര്യം വിജയ സാധ്യത കൂടുതൽ അനിൽ ആന്റണിക്കാണ്. വിജയിച്ചു വരണമെന്ന് BJP-ക്കുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണി മത്സരിച്ചാൽ ചെറുപ്പക്കാരുടെയും ക്രൈസ്തവ മതവിശ്വാസികളുടെയും കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ വോട്ട് അനിൽ ആന്റണിക്ക് ലഭിക്കുമെന്ന ആത്മവിശ്വാസമാണ് അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ പത്തനംതിട്ടയിൽ മാത്രമല്ല, ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി വന്ന നേതാവിനെ BJP സ്ഥാനാർത്ഥിയാക്കുന്നത്. കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയവർ 32 കഴിഞ്ഞ മാസത്തിലെന്ന വാർത്തകൾ പല മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ BJP-യിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ ഒഴുകുന്നു എന്ന വാർത്ത ആയുധമാക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവും BJP-യും. BJP പക്ഷേ കോൺഗ്രസിനിട്ട് മറുപടി നൽകുന്നത്, കോൺഗ്രസിനെ തളർത്തുവാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളെ BJP സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ്. കഴിഞ്ഞില്ല പത്തനംതിട്ടയിൽ മാത്രമല്ല കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ നേതാവിനെ BJP-യുടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. കണ്ണൂരിൽ KPCC-യുടെ അധ്യക്ഷൻ കുമ്പക്കുടി സുധാകരൻ എന്ന K സുധാകരൻ മത്സരിക്കുവാൻ പോകുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് വന്ന C രഘുനാഥനെയാണ് UDF സ്ഥാനാർത്ഥിയാക്കുവാൻ പോകുന്നത്. അതായത് കുമ്പക്കുടി സുധാകരനെതിരെ കണ്ണൂരിൽ മത്സരിക്കുവാൻ പോകുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ, കോൺഗ്രസിന്റെ പ്രാദേശിക രാഷ്ട്രീയത്തെ കൃത്യമായി അറിയാവുന്ന, കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പാളയം മാറി വന്ന C രഘുനാഥനെയാണ്. ഇതിലൂടെ ദുർബലപ്പെടുത്തുക കോൺഗ്രസിനെ എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ തന്നെ BJP ലക്ഷ്യം വെക്കുന്നത്. അത് സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയുള്ള നടപടികളും BJP മുൻപോട്ട് വെക്കുന്നുണ്ട്. കളിക്കളത്തിൽ അവരിറക്കുന്ന മുദ്രാവാക്യം, രാഷ്ട്രീയ പോർക്കളത്തിൽ മുൻപോട്ട് വെക്കുന്ന മുദ്രാവാക്യം, കോൺഗ്രസുകാരനാണ് BJP സ്ഥാനാർത്ഥിയാകുവാൻ പോകുന്നത് എന്ന ടാഗ് ലൈൻ എന്ന മുദ്രാവാക്യമാണ് BJP മുൻപോട്ട് വെക്കുന്നത്. ഈ സാഹചര്യത്തിൽ വലിയ സംഘർഷമായിരിക്കും കോൺഗ്രസിന് ഉണ്ടാക്കുന്നത്. കോൺഗ്രസിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാൻ സാധിക്കും. കോൺഗ്രസിൽ വലിയ പടലപ്പിണക്കങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന ആത്മബോധമാണ് BJP-യെ ഈ രണ്ട് സ്ഥാനാർത്ഥികളെ കണ്ണൂരിലും പത്തനംതിട്ടയിലും മത്സരിപ്പിക്കുവാൻ ആത്മവിശ്വാസം നൽകിയത്. അവിടെ കണ്ണൂരിലൊരു പക്ഷേ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലായിരിക്കും മത്സരം. പക്ഷെ പത്തനംതിട്ടയിൽ ശബരിമല വിഷയമടക്കമുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചാ വിഷയമാകുവാൻ പോകുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മികച്ച ഭൂരിപക്ഷം നേടിയിരുന്ന K സുരേന്ദ്രൻ എന്ന BJP-യുടെ സംസ്ഥാന നേതാവ് മത്സരിച്ച് മികച്ച ഭൂരിപക്ഷം നേടിയ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി മത്സരിക്കുവാൻ പോകുന്നത് AK ആന്റണിയുടെ മകൻ. AK ആന്റണിയുടെ മകൻ കോൺഗ്രസ് വിട്ട് BJP സ്ഥാനാർത്ഥിയാകുന്നു എന്ന ടാഗ് ലൈനോടുകൂടി ഇത് രാഷ്ട്രീയ കളിക്കളത്തിൽ ഉണ്ടാക്കുവാൻ പോകുന്ന മാറ്റം ചെറുതൊന്നുമല്ല. ഇനി അറിയേണ്ടത് BJP സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുകൊണ്ട് കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ മറികടക്കുവാൻ കോൺഗ്രസിന് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. നിലവിൽ 19 MP-മാരുമുള്ള കോൺഗ്രസിന് ഇതുവരെ സ്ഥാനാർത്ഥി പട്ടിക രൂപീകരിക്കുവാൻ സാധിച്ചിട്ടില്ല. 3ാം സീറ്റ് ചോദിച്ച ലീഗിനെയും കേരള കോൺഗ്രസ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്ന ഭയത്തിന്റെ പുറത്തും ഒക്കെ സ്ഥാനാർത്ഥി പട്ടിക വളരെ വൈകിപ്പിച്ചു. ഇനി സമയമില്ല. ഈ ആഴ്ചയിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. ചൊവ്വാഴ്ച കേരളത്തിന്റെ ചർച്ച ഡൽഹിയിൽ നടക്കും. അതിനുശേഷം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും എന്നാണ് കോൺഗ്രസ് അറിയിക്കുന്നത്. എന്തായാലും BJP ഒരുക്കിയ തന്ത്രപരമായ കെണിയാണ് പത്തനംതിട്ടയിലെ അനിൽ ആന്റണിയുടെയും കണ്ണൂരിലെ C രഘുനാഥന്റെയും സ്ഥാനാർത്ഥിത്വം. ഇനി അറിയേണ്ടത് എത്തരത്തിൽ കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കും എന്ന് മാത്രം.